ബഹുമാന്യനായ AP എപ്പോഴും പറയാറുണ്ട്, മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജിന് മുകളിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അവരെന്തെങ്കിലും പറഞ്ഞുകൊണ്ടൊന്നും തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകാനൊന്നും ആർക്കും കഴിയില്ല. കാരണം ഇത് യാഥാസ്ഥിക വിഭാഗത്തിൻ്റെ അണികളല്ല. അതൊക്കെ മാറ്റി അതിൽ നിന്നൊക്കെ സത്യം മനസ്സിലാക്കി മാറി വന്ന മനുഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ട് കൈകാര്യം ചെയ്തു പോകാം, മുജാഹിദുകൾ അങ്ങനെ അങ്ങ് ഹൈജാക്ക് ചെയ്ത് പോകാം എന്ന് ആരും തന്നെ വിചാരിക്കേണ്ടതില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതാണ് പ്രത്യേകിച്ച് ഇടത്തനാട്ടുകരയിലെ മുജാഹിദുകളെ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പോക്ക് ഒരു പ്രഭാഷകൻ്റെ അടുക്കൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കാരണം സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു ക്ലിപ്പ് കൊണ്ട് ഒരിക്കലും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. പകുതി വായിച്ചു നിർത്തുന്ന ഉദ്ധരണി കൊണ്ട് ഒരിക്കലും തന്നെ ഈ വിഷയത്തിൽ ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. ആദർശം ചർച്ചയാക്കേണ്ടതിടത്ത് പകരം വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് ഈ രംഗത്ത് മുന്നോട്ട് പോയതുകൊണ്ട് ഫലമുണ്ടാവുകയില്ല. കാട്ടുകള്ളന്മാരാണ് വിസ്ഡത്തിൻ്റെ നേതാക്കന്മാരും ആളുകളുമെന്ന് അലമുറയിട്ടതുകൊണ്ട് ഒരിക്കലും തന്നെ ഇവിടെ ആദർശപരമായ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയില്ല. 10-25 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഘടനാ പ്രശ്നങ്ങളെ അതിനൊട്ടും തന്നെ സാക്ഷികളല്ലാത്ത പുതിയ തലമുറക്ക് മുമ്പിൽ തെറ്റിദ്ധരിപ്പിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കി അവതരിപ്പിച്ചതുകൊണ്ട് മാത്രം ഈ വിഷയത്തിൽ സത്യസന്ധത തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. സംഘടനാ പ്രശ്നങ്ങളും ആദർശ വിഷയങ്ങളും കൂട്ടിക്കുഴച്ചുകൊണ്ട് കബളിപ്പിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ എന്തെങ്കിലും നേടാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. പഴയ നേതാക്കളെ പറഞ്ഞ് വൈകാരികത ഉണ്ടാക്കിയതുകൊണ്ട് ഒരിക്കലും തന്നെ ഈ വിഷയത്തിൻ്റെ മർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ആരും മനസ്സിലാക്കേണ്ടതില്ല. ഇടത്തനാട്ടുകരയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് നിർവൃതി അടഞ്ഞുകൊണ്ട് മാത്രം ഈ വിഷയത്തിൽ ജനങ്ങൾ സത്യം അങ്ങ് മനസ്സിലാക്കിക്കൊള്ളും, ഞങ്ങളെ അങ്ങ് തിരിച്ചറിഞ്ഞുകൊള്ളുമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല. വിദേശത്ത് നിന്ന് അടിച്ചു മാറ്റിയ പണം കൊണ്ടാണ് ഇവിടെ വിസ്ഡത്തിൻ്റെ നേതാക്കന്മാർ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ആളുകളോട് അങ്ങ് തട്ടിവിട്ട് കഴിഞ്ഞാൽ അതങ്ങ് ആളുകൾ വിശ്വസിച്ചുകൊണ്ട് ഈ ആദർശ വിഷയങ്ങൾ കേൾക്കാതെ പോകുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ജിന്ന് ചികിത്സയിലൂടെ കീശ വീർപ്പിക്കുന്ന ആളുകളാണ് ഇതിൻ്റെ നേതാക്കന്മാരും പണ്ഡിതന്മാരും എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ തൗഹീദും ശിർക്കും തമ്മിലുള്ള ചർച്ച ആരെങ്കിലും അപ്രസക്തമായി തള്ളിക്കളയുമെന്ന് ആരും മനസ്സിലാക്കേണ്ടതില്ല.